നമ്മുടെ മുറ്റത്തെ ഔഷധ സീരീസിൽ ഇന്ന് പറയുന്നത് തുളസിയെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും തുളസി വളരെ പരിചിതമാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീടിന്റെ മുന്നിലെല്ലാം ഒരു തുളസിത്തറയും ഒരു തുളസിയും എന്തായാലും ഉണ്ടായിരുന്നു, അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ഫ്ലാറ്റിലേക്കൊക്കെ മാറിയപ്പോൾ ആ തുളസിത്തറയും തുളസിയും നമുക്ക് അന്യം നിന്ന് പോവുകയാണ്. പക്ഷെ എല്ലാ വീട്ടിലും ഒരു തുളസിയെങ്കിലും എല്ലാവരും കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിന്റെ ഔഷധ ഗുണം വളരെയധികമാണ്. പ്രധാനമായിട്ടും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ചുമ, പനി, അലർജി ഇപ്രകാരമുള്ള എല്ലാ അസുഖങ്ങൾക്കും തുളസി ഒരു ഉത്തമമായ മരുന്നാണ്. കൂടാതെ നമ്മുടെ വീടിനകത്ത് വായു ശുദ്ധീകരിക്കാൻ വീടിനകത്ത് തുളസി വെച്ചാൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പം എങ്ങനെ തുളസി കഴിക്കാം? തുളസിയുടെ ഇല വെറുതെ ചവച്ചരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് തുളസിയിലേക്ക് അത് അടച്ചു വെച്ചിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് ആ വെള്ളം കുടിക്കുക. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇന്നത്തെ കാലത്ത് അറിയാം ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്, അല്ലെ? ഇതിനൊക്കെ ഒരു പരിധി വരെ ഉപയോഗിക്കാൻ ഈ തുളസി മാത്രം തന്നെ മതിയാകും.